പ്രായോഗിക ബജറ്റ് തന്നെയാണ്. കാരണം കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ധനമന്ത്രി എന്തായാലും ആ സ്വപ്ന ലോകത്ത് നിന്ന് താഴേക്കിറങ്ങി വന്ന് പ്രഖ്യാപിച്ച ഒരു ബജറ്റ് പ്രസംഗമായിട്ടാണ് ഞാൻ കാണുന്നത്. തറയിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലുടനീളമുള്ളത്. നിങ്ങളെല്ലാവരും വിശദമായി തന്നെ ഈ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ധനമന്ത്രിക്ക് കാര്യം മനസ്സിലായി, കയ്യിൽ കാശില്ല, ഇല്ലാത്ത കാശ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്ന് നാട്ടുകാരുടെ മുഴുവൻ പറയുന്നതെല്ലാം കേൾക്കേണ്ട ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഉണ്ടാകേണ്ട എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം ഈ യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ മതി എന്ന് തീരുമാനിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അക്കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ട് കൂട്ടാൻ പറ്റില്ല, കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കാനായിട്ടാണ് നോക്കുന്നത്, നിങ്ങൾക്ക് തരാനുള്ളത് തരും. അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൊടുക്കാനുള്ള കുടിശ്ശിക ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരുന്ന ആളുകൾക്ക് ഒരു നിരാശയുണ്ടായിട്ടുണ്ടാകും. പക്ഷേ കൂട്ടാനായിട്ടുള്ള ഒരു രീതിയിലുമുള്ള സാമ്പത്തികമായ ഒരു ഭദ്രത ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളത് ഈ ബജറ്റ് പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര അവഗണനയടക്കമുള്ള കാര്യങ്ങൾ അതിന് കാരണമായി നിരത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൂട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം ഒരുപക്ഷേ അടുത്ത സമ്പൂർണ്ണ ബജറ്റല്ല, ഇടക്കാല ബജറ്റിൽ കൂട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അങ്ങനെയുള്ള ഒരു നീക്കമായിരിക്കാം ഒരുപക്ഷെ കണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഒരു 200 രൂപയൊക്കെ കൂട്ടുമായിരിക്കും, അതുവരെയുള്ള കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമായിരിക്കും. ഇതെല്ലാം എൻ്റെയും പ്രതീക്ഷകളാണ്. 3 മാസത്തെ കുടിശ്ശികയുണ്ട്, അത് സമയബന്ധിതമായി നൽകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിക്കുകയാണ് തൽക്കാലം മലയാളിക്ക് ചെയ്യാൻ കഴിയുന്നത്.